നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെയധികം ലാഭങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും എല്ലാം നിങ്ങൾക്ക് നേടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർ, നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും അതുമൂലം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കും. എന്നാൽ ഇതുമൂലം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു നേട്ടമുണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തി, പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മൂലം, നിങ്ങളുടെ കാരുണ്യം, അതായത് മനുഷ്യരുടെ സ്നേഹത്തോടു കൂടിയുള്ള പ്രവൃത്തി മൂലം എല്ലാം നിങ്ങൾക്ക് ബിസിനസ്സിലും ജോലിയിലും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്ന മനോഹരമായ ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. മേലധികാരികളിൽ നിന്നും ഒരുപാട് സന്തോഷകരമായ വാർത്തകൾ, അതായത് നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരും നിങ്ങളെ വില വയ്ക്കാതിരുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയും അവർ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു സമയം തന്നെയായിരിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ ഈ ഒരു വർഷക്കാലഘട്ടം സാധിക്കും. മുൻകാലഘട്ടങ്ങളിൽ നിന്ന് അല്പം മടിയൊക്കെ കാരണം ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ചെയ്യാനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു, ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഈ ഒരു വർഷക്കാലഘട്ടം സാമ്പത്തികപരമായിട്ട് നല്ലൊരു നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാവർക്കും ഒരുപാട് നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. അശ്വതി നക്ഷത്രക്കാരുള്ള വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി വിദ്യാഭ്യാസത്തിന് മനസ്സുറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. കൂടാതെ വിവാഹ സംബന്ധമായ തടസ്സങ്ങളുള്ള വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം അതിൽ ഒരു നേരിയൊരു മാറ്റമെല്ലാം കാണുന്നുണ്ട്. വിവാഹം നടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുവാനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. സാമ്പത്തികപരമായിട്ട് നല്ലൊരു നേട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കാണുന്നുണ്ട്. നിങ്ങൾ ജോലി, അല്ലെങ്കിൽ നിത്യം ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കും, അല്ല നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതിൽ നിന്നും അപ്പുറം സാമ്പത്തിക നേട്ടം കൈവരിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലഘട്ടം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു വർഷത്ത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ടും ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ദോഷപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് വിശദമായി പരിശോധിക്കുക. അവിടെ ആ ജാതകത്തിലെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വിഷു ഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഇതൊരു പൊതുഫലമാണ്. അപ്പോഴേക്കും നമ്മുടെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ കിട്ടുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ജാതക സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി.